50ലധികം ജോബ് ഓപ്പർച്യൂണിറ്റിയുമായിട്ടാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. MBA-കാരായിക്കോട്ടെ, MCOM-കാരായിക്കോട്ടെ, BCOM-കാരായിക്കോട്ടെ, BBA-കാരായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ പെയിൻറ്റേഴ്സ് ആയിക്കോട്ടെ, ഫാബ്രിക്കേറ്റേഴ്സ് ആയിക്കോട്ടെ, മറ്റുള്ള വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, അതുപോലെ തന്നെ ഇലക്ട്രീഷ്യന്മാരായിക്കോട്ടെ, നിങ്ങൾക്കെല്ലാം പറ്റിയ ജോലി നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിലുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിയിലുള്ള യൂണിക്കോൺ കോച്ച് ഹൗസിലാണ്. ഏകദേശം 5 വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ ഉള്ളൊരു പ്രസ്ഥാനമാണ്. നിലവിൽ ഇപ്പോൾ ഒരു 45 സ്റ്റാഫ് ഉണ്ട്, പല സെക്ഷനായിട്ട്. മെയിനായിട്ട് ഈ ഒരു സ്ഥാപനത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ആയാലും അല്ലെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് വർക്കുകൾ, അതായത് ബോഡി മാനുഫാക്ചറിങ് വർക്കുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഫുഡ് കാർട്ട്, ഫുഡ് ട്രക്ക്, ഹേഴ്സുകൾ, കാരവാന്, വണ്ടിയുടെ ബോഡി റിലേറ്റഡ് എല്ലാ വർക്ക്സും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു സ്ഥാപനം എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 1.5 ഏക്കറോളം സ്ഥലം നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു വിത്തിൻ 2 months നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടോട്ടാണ് നമ്മുടെ വേക്കൻസീസ് എല്ലാം തന്നെ വരുന്നത്. എല്ലാ ചൊവ്വാഴ്ചയും നമുക്കിവിടെ വോക്കിൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിക്കോട്ടെ, അല്ലാതെ ഫ്രഷേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിനായിട്ടായാലും ഇവിടെ വന്നിട്ട് പണി പഠിക്കാനായാലും അല്ലാതെ നല്ലൊരു സാലറി പാക്കേജിലൂടെ വർക്ക് ചെയ്യാനായാലും നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ബയോഡേറ്റയും കാര്യങ്ങളെല്ലാം അയച്ചു കൊടുക്കുക. നേരിട്ട് നമ്മുടെ സ്ഥലത്ത് എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10 മുതൽ വൈകുന്നേരം വരെ ഇന്റർവ്യൂ ഉണ്ട്. അത് അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ കഴിവനുസരിച്ചുള്ള മേഖലയിൽ നിങ്ങൾക്ക് ജോലി തിരഞ്ഞെടുക്കാവുന്നതാണ്. അത് നമുക്ക് നിലവിൽ ഇൻഡസ്ട്രിയിലുള്ള നല്ലൊരു സാലറി പാക്കേജ് കിട്ടും. മാത്രമല്ല നിങ്ങൾക്ക് ദൂരെയുള്ള സ്ഥലത്ത് നിന്നൊക്കെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡും അതുപോലെ തന്നെ അക്കോമഡേഷൻ കാര്യങ്ങളും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. പക്ഷേ നമുക്ക് എന്തൊക്കെ വേക്കൻസി നിലവിലുള്ള? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫ്ലെജ് ആണ് നമ്മുടെ വർക്ക്ഷോപ്പ്. പക്ഷേ നമ്മളൊരു അടുത്തൊരു എക്സ്റ്റൻഷനിലേക്ക് പോവാം. ഞങ്ങളൊരു അടുത്തൊരു 1 ഏക്കർ സ്ഥലം എടുത്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്റ്റൻഷനിലേക്ക് പോവാം. നമുക്ക് ഏകദേശം 50-55 വേക്കൻസീസ് നമുക്ക് വരിക. വ്യത്യസ്തമായ ലൈനിലാണ്. ഒന്ന് BCOM പഠിച്ചവരോ അല്ലെങ്കിൽ ഫ്രഷേഴ്സോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവരോ അക്കൗണ്ട് സെക്ഷനിലേക്ക് വേണം. MBA ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിംഗ് സെയിൽ വേണം, HR വേണം. അങ്ങനെയുള്ള എല്ലാ സെക്ഷൻസും വരികയാണ്. നമുക്കതുപോലെ തന്നെ ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല ഡിസൈനായിട്ട് ആവശ്യമുണ്ട്. 3D ഡിസൈനേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അവരും ഫ്രഷേഴ്സ് ആണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. എല്ലാത്തിലും ഫ്രഷേഴ്സിലും അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. പിന്നീട് നമുക്ക് വെൽഡേഴ്സ് വേണം, ഫാബ്രിക്കേറ്റേഴ്സ് വേണം, പിന്നെ ഷീറ്റ് മെറ്റൽ വർക്കേഴ്സ് വേണം, പിന്നെ ACP വർക്കേഴ്സ് വേണം, ഇലക്ട്രീഷ്യന്മാർ വേണം, പെയിൻറ്റേഴ്സ് വേണം. നമുക്കുള്ള എല്ലാ വർക്കിനും നമുക്ക് ആവശ്യമുണ്ട്. മെയിനായിട്ടുള്ള നമ്മുടെ ഏതൊക്കെ ടൈപ്പുള്ള വർക്കായിരിക്കും നമുക്ക് വരുന്നത്? നമ്മളിപ്പം കാർട്ടിനെ പറ്റി എല്ലാം ചെയ്തു. അതുപോലെ തന്നെ ഫുഡ് ട്രക്കുകളുണ്ട്, LED വാളുകളൊക്കെ ഉണ്ടല്ലേ. നമ്മൾ ഈ LED-യുടെ കംപ്ലീറ്റ് ആയിട്ട് 3 സൈഡ് LED-യുടെ വാൾ ചെയ്യുന്ന ഇത് നമ്മുടെ ഒരു വർക്കല്ലേ? അത് നമ്മുടെ ഇത് നമ്മുടെ ഒരു വർക്ക്ഷോപ്പിന്റെ ഒരു പ്രൊഡക്ഷൻ ബേ 1 ആണ്. ഇവിടെ നിലവിൽ ഈ ഒരു സ്ഥലത്ത് ഇപ്പൊ എത്ര ബേ ഉണ്ട്? മൊത്തം എത്ര യൂണിറ്റ് ഉണ്ട് ഇതിനകത്ത് തന്നെ? ഞങ്ങൾക്ക് 4 യൂണിറ്റ് ഉണ്ട്. പെയിന്റിംഗ് യൂണിറ്റ് ഉണ്ട്, ഫൈബർ യൂണിറ്റ് ഉണ്ട്, ബേ 2 ഉണ്ട്. അപ്പം ഫാബ്രിക്കേഷൻ സൈഡ് വേറെ ഉണ്ട്, അതുപോലെ തന്നെ ഫിനിഷിംഗ് സൈഡ് വേണമുണ്ട്. ഇതുപോലുള്ള ഷീറ്റ് മെറ്റൽസിന്റെ വർക്കുകൾ, ബെൻഡിങ് ഉണ്ട്, കട്ടിങ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇതെല്ലാം LED വണ്ടികളാണ്. ഇത് കാർട്ട് കാരവന്റെ പോലെ വരുന്നു. ഇത് LED-യുടെ ഫിനിഷിംഗ് വർക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അതെ, ആ കാണുന്ന വണ്ടിയൊക്കെ അതും കാർട്ടാണ്. പിന്നെ നമുക്ക് ഹേഴ്സുകൾ വരുന്നുണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് പ്രൈവറ്റ് വർക്കും വരുന്നുണ്ട്, ഗവൺമെന്റ് വർക്കുകൾ. അതെ, ഗവൺമെന്റ് വർക്കുകളുണ്ട്. നമ്മൾ ഫിഷറീസിന് വേണ്ടി നമ്മൾ ഒരു വലിയ വർക്ക് ചെയ്തല്ലോ. അപ്പോൾ അതുപോലെ തന്നെ സെക്കൻഡ് വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ 28 വണ്ടിയുടെ വേറൊരു വലിയ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. മെയിനായിട്ട് നമുക്ക് വണ്ടിയുടെ ഒരു ബോഡി മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. അതെ, ബോഡി മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് ഈ വരുന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് വേണ്ട എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ നമുക്ക് ലേഡീസ് സെക്ഷനിലേക്ക് ലേഡീസ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും. HR-ലാണെന്നുണ്ടെങ്കിലും അക്കൗണ്ട്സിലാണെങ്കിലും, അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് അസിസ്റ്റൻ്റായിട്ടാണെങ്കിലും നമുക്ക് ലേഡീസിനെ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും. ഇവിടെ അടുത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ നല്ലതാണ്. അവർക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിങ്ങിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഏകദേശം 50 പേരുണ്ട്. അടുത്ത ഒരു 50-55 പേരുടെ നമ്മൾക്ക് അടുത്ത ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ ആവശ്യം വരുന്നത്. അപ്പോൾ നമുക്ക് അവരിപ്പോൾ ഡയറക്റ്റ് ഇപ്പോൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന നമ്പറിൽ ഇത് അയച്ചാൽ മതിയോ? ഈ നമ്പറിൽ CV അയക്കുക. അതുപോലെ തന്നെ എല്ലാവരും ചുമ്മാ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നതിനെക്കാട്ടി CV അയക്കുക. അതുപോലെ തന്നെ എല്ലാ ട്യൂസ്ഡേയിലും വോക്കിൻ ഇന്റർവ്യൂസ് കാണും. ഇവിടെ വന്നാൽ എല്ലാ ട്യൂസ്ഡേയിലും 10 മുതൽ വോക്കിൻ ഇന്റർവ്യൂസ് കാണും. അതിൽ ഇന്റർവ്യൂവിന് നേരിട്ട് വരാം, ഇത് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാവർക്കും നമുക്ക് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യാൻ പറ്റും, ഫുഡ് അറേഞ്ച് ചെയ്യാം, എല്ലാം ഉണ്ട്. കൂടുതൽ മലയാളീസ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതിലാണ് കൂടുതലുള്ളത്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്രയും നല്ല. കാരണം അവർക്ക് അവരുടെ എബിലിറ്റി അനുസരിച്ച് ഒത്തിരി പ്രായമാകാതെ ഒരു 40-45 വയസ്സ് വരെയുള്ള ആൾക്കാരെയാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം നമുക്ക് കണ്ടിന്യൂസ് വർക്ക് വരുന്നത്. ഇനിയും സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ നമുക്ക് മാന്യമായ രീതിയിൽ നമുക്ക് അത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും.
ബാക്കിയുള്ള അലവൻസ് കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഞങ്ങളിപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് ഞങ്ങളിപ്പം ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും. ഇൻഷുറൻസ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും മാത്യു നമ്മുടെ ലൊക്കേഷൻ പത്തനംതിട്ട കോഴഞ്ചേരി അല്ലേ? കോഴഞ്ചേരി കുറിയന്നൂർ. ഓക്കെ, യൂണിക്കോൺ കോച്ച് വർക്ക്സ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതെ. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്കുകൾ കാണുന്നുണ്ട് നമ്മുടെ പേജിനകത്തൊക്കെ നോക്കി വെച്ചാൽ മതി. അതെ, ലൊക്കേഷൻ നോക്കിയാൽ യൂണിക്കോൺ കോച്ച് വർക്ക് നോക്കുക. നമ്മുടെ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് എല്ലാം യൂണിക്കോൺ കോച്ച് വർക്ക് നോക്കി നമ്മുടെ ഒരു വർക്കിന്റെ നേച്ചർ അറിയാൻ പറ്റും. അതെ, നേച്ചർ അറിയാൻ പറ്റും. അപ്പോൾ അച്ഛൻ്റെ നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്തിട്ട് നേരിട്ട് തന്നെ വരും. എല്ലാ ട്യൂസ്ഡേ ട്യൂസ്ഡേ നമുക്ക് ഇന്റർവ്യൂ ആണ്. ഓക്കെ.